മകന്റെ മരണത്തിൽ പകച്ചു നിൽക്കാതെ ഈ അച്ഛനും അമ്മയും അമ്മാവനും ചേർന്ന് നടത്തിയ പോരാട്ടമാണ് സാധാരണ ഒരു ആത്മഹത്യയായി അവസാനിക്കേണ്ട മരണത്തെ ഇപ്പോൾ CBI അന്വേഷണം വരെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ കുടുംബത്തിൻ്റെ പ്രതികരണം ചോദിക്കാം. ഇത് സാധാരണ ഒരു ആത്മഹത്യയായിട്ടാണ് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പോരാട്ട വീര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മരണത്തെ CBI അന്വേഷണം വരെ എത്തിച്ചിരിക്കുന്നത്. അതെ, അതിപ്പം എൻ്റെയോ ഭാര്യയുടെയോ അവൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ അവൻ്റെ അമ്മാവൻ്റെ മാത്രം ഒരു ഇതും ശ്രമമല്ല. നമുക്ക് തോന്നിയ സംശയം അത് ഒരു കിട്ടിയ വിവരം വെച്ച് നമ്മളത് അതിൽ കയറി ആ പിടിവള്ളിയിൽ നമ്മൾ കൊണ്ട് കയറിയതാണ്. ആ സംശയത്തിൽ കൊണ്ട് കയറി നമ്മൾ മാധ്യമങ്ങൾക്ക് കൊടുത്തു, പത്രത്തിന് കൊടുത്തു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളവർ സഹായിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാത്രം വിജയമല്ല, അതിലുൾപ്പെടെ നമ്മളെ സഹായിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുമുണ്ട്, എല്ലാ മതത്തിലുള്ളവരുണ്ട്, പ്രത്യേകിച്ച് എല്ലാ മീഡിയയും പത്രവും അവരെല്ലാവരും കൂടെ പിന്തുണച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്, ഒരു CBI അന്വേഷണത്തിലോട്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്, ഇനിയും പിന്തുണയ്ക്കും. ഞാൻ അതിൽ കൂടെ തന്നെ പോരാടി മുമ്പോട്ട് പോകും. ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, ഉദ്യോഗസ്ഥരൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും ഇപ്പോഴും ഒരു നല്ലൊരു വിശ്വാസമുണ്ട് ഇതിൻ്റെ കുറ്റവാളികളെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അത് ശരിക്കും അത് നല്ലൊരു തീരുമാനമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ ആദ്യഘട്ടം മുതൽ തന്നെ പറയുകയുണ്ടായിരുന്നു, അതായത് സിദ്ധാർത്ഥ് ഇത്തരത്തിലൊരു മരണത്തിൻ്റെ അവസാന ഇരയായിരിക്കണം. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷമെങ്കിലും അവന് നീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴുണ്ടോ? നമ്മൾ മാത്രമല്ലല്ലോ, ലോകത്തുള്ള എല്ലാ അമ്മമാരല്ല, എല്ലാ ജനങ്ങളും ഇപ്പോൾ ഇതിന് കൂടെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ സത്യം അറിയണം, നീതി എന്താണെന്ന്, അവിടെ എന്ത് കുറ്റം നടന്നു എന്ന് പുറത്ത് കൊണ്ടുവരണം, എത്ര പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പം അവൻ ചെയ്യില്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. അവന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങളുടെ കൂടെ മറ്റുള്ളവരും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മരണം ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മകൻ്റെ മരണശേഷമായിരുന്നാലും മകന് ലഭിക്കേണ്ട നീതി പൂർണ്ണമായി ലഭിക്കുന്നത് വരെ ഈ കുടുംബം ഇനിയും പോരാടുക തന്നെ ചെയ്യും. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.